അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആശിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഭർത്താക്കന്മാർക്കൊക്കെ കടം ഉണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ, അവരുടെ ഭാര്യമാർക്കും മക്കൾക്കൊന്നും. അപ്പോൾ ഇത്തരത്തിൽ ഭർത്താവിന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള പൂർണ്ണമായിട്ടുള്ള വഴി ഭാര്യയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു അമലാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദുൽഹിജ്ജ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ എത്ര വലിയ കടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ കടം വീടിയിട്ട് ഏറ്റവും സന്തോഷവും സമാധാനമായിട്ടുള്ള ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും. അത്രക്കും മഹത്തായിട്ടുള്ള ഒരമലാണിത്. നമുക്കെല്ലാവർക്കും അറിയാലോ ദുൽഹിജ്ജയുടെ മഹത്വം, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതയും ഗുണങ്ങളൊക്കെ. അപ്പോൾ ആ ഗുണങ്ങളും മഹത്വങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതിന് വലിയ പവറുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ മഹത്തായ അമല് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യാം. നിങ്ങളുടെ ഇത് ഷെയർ കാരണം മറ്റുള്ളവർ ഈ ഒരു വീഡിയോ കണ്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ നന്മ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കും രേഖപ്പെടുത്തും. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരുടെയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പണം എന്നുള്ളത്. പണം ഇല്ലാഞ്ഞിട്ട് കടമെടുത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സഹോദരന്മാരുടെ ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിലും അത്രക്കും നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും നമ്മളെ രക്ഷിക്കും. ചെയ്യേണ്ട രീതിയിൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് മുതൽ നമ്മുടെ കുടുംബത്തിനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അവൻ്റെ ജോലി പോയി കിട്ടി, അല്ലെങ്കിൽ അവൻ്റെ ജോലിയിൽ ബറക്കത്തില്ല, കിട്ടുന്ന പൈസക്ക് ബറക്കത്തില്ല. ഇത്തരത്തിലിങ്ങനെ ഓരോന്ന് പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ മറ്റു ചിലർ പറയാറുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതുകൊണ്ട് അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു, അവനിപ്പോൾ വെച്ചടി കയച്ചാണ് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സംസാരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ അവൻ്റെ ജീവിതം വിലയിരുത്തിയിരിക്കും നമ്മുടെ നാട്ടുകാരുടെ സംസാരം. ഒരുവിധം അത് ആലോചിച്ചാൽ കുറച്ചൊക്കെ ശരിയാണ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയുള്ള റിസ്ക് അത് കണ്ടെത്തുന്നത് ഭർത്താവാണ്. അപ്പോൾ അവർക്ക് കഴിക്കാനും കുടിക്കാനും ഉണ്ടാക്കേണ്ട ചുമതല അത് പടച്ചോൻ നൽകിയിട്ടുള്ളത് ഭർത്താക്കന്മാർക്കാണ്. അപ്പോൾ ഭർത്താവിന് വേണ്ടി എത്തരത്തിൽ ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കും. ഇനി അത് ഭർത്താവിൻ്റെ നല്ലതിനായിക്കോട്ടെ ചീത്തതിനായിക്കോട്ടെ. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ ഭർത്താവ് അത്തരത്തിലാണ് ഇത്തരത്തിലാണ്, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കഴിക്കാനും കുടിക്കാനും തരില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ ദുആ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം നമ്മൾ എത്തരത്തിലാണോ നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത് അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അത് അവർക്ക് പ്രാക്കിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതുമല്ല നല്ല രീതിയിലാണെങ്കിൽ അങ്ങനെ. എപ്പോഴും ഭർത്താവിൻ്റെ നല്ലതിന് മാത്രം നമ്മൾ തേടിയിട്ടുണ്ടെങ്കിൽ നമുക്കും സന്തോഷവും റാഹത്തുമായിട്ട് കഴിയാനുള്ള വക അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കയ്യിൽ കൊടുക്കും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇത് ഉറച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചെയ്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഭാര്യമാരുടെ ചീത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ഭർത്താക്കന്മാർക്ക് കടങ്ങൾ വന്നു ചേരാം. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേശാമാർ ഇവിടെയൊക്കെ ആകുന്ന സമയത്ത് ഉമ്മമാരും ഉപ്പമാരും അതുമാതിരി തന്നെ കുട്ടികളൊക്കെ കൂടെ കുത്തിയിരുന്നിട്ട് ഇത്തരത്തിൽ ദിക്റുകൾ, സലാത്തുകൾ, ഖുർആനോത്ത് ഇതൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടിയാൽ 10 മിനിറ്റ് ഇരുന്ന് ഓതും, അല്ലെങ്കിൽ ദിക്റുകളോ സലാത്തുകളൊക്കെ ചൊല്ലും. അതിന് ശേഷം നമ്മൾ ഈ ഫോണെടുത്ത് അതിലിരിക്കായിരിക്കും പതിവ്. ഒരുപാട് ആളുകൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭാര്യമാർ ഈ ഒരു ഇശാമാരിയുടെ സമയത്തിന് ഗൗരവമായി കാണാതെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിലുണ്ടാക്കുന്ന കാര്യങ്ങൾ. ആ ഒരു കുടുംബത്തിൽ സ്വസ്ഥതയും ഐക്യവും സമാധാനത്തോടു കൂടെ ണമെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഒരൊറ്റ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന മതി.
അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിയും, ഞങ്ങളിലേക്ക് നോക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇശാ മഗ്‌രിബിൻ്റെ ഇട നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ഒരു സമയത്ത് ആരോടെങ്കിലും ഉള്ള ചാറ്റിങ്, അതുപോലെ തന്നെ വീഡിയോ കണ്ടിരിക്കൽ, സിനിമ കണ്ടിരിക്കൽ, വ്ളോഗ്സ് കണ്ടിരിക്കൽ, ഒരുപാട് വ്ളോഗ്സൊക്കെ ഇന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്ളോഗ്സ് കണ്ടിരിക്കൽ, അതുപോലെ തന്നെ സീരിയലുകൾ കണ്ടിരിക്കൽ, ഇതൊക്കെ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ജോലിക്കൊക്കെ പോയിരിക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് 2-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ പണികളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ചിലവഴിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടും ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഈ ഒരു സ്ത്രീകൾ ഇത്തരത്തിൽ, ഭാര്യമാർ ഇത്തരത്തിൽ ശ്രദ്ധിക്കാറ് അല്ലെങ്കിൽ ചെയ്യാറ്. അതിന് ശേഷം ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടുന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. ഇത്തരത്തിലിങ്ങനെ ഈ ഒരു റൊട്ടീനാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഉള്ളത്. എപ്പോൾ നോക്കിയാലും അവർക്ക് നടുവേദന, വയറുവേദന, കാല് വേദന, കൈ വേദന ഇത്തരത്തിലായിരിക്കും. അപ്പോൾ അതൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ ശരിക്കും അത്തരത്തിൽ വേദനകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭർത്താവിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവനക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നമ്മുടെ കണ്ണീരോടുകൂടി ഇഷ്ടത്തോടു കൂടി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ണീരിനെ പടച്ചവൻ കാണുകയും നമ്മുടെ ഭർത്താവിന്, നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വക പടച്ചവൻ കൊടുക്കുകയും ചെയ്യും. അത്രക്കും ഫലവത്തായിട്ടുള്ളൊരു അമലാണിത്. ഇനി അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം അതിന് ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ, ഖുർആൻ ഓത്ത്, നമ്മളൊക്കെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 3 യാസീനൊക്കെ ആദ്യം ഉമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ചൊല്ലിയിരുന്നത്. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. അതുപോലെ തന്നെ വാക്കിയ സൂറത്ത്, മുൽക്ക് സൂറത്ത്, റഹ്മാൻ സൂറത്ത്, അതുപോലെ തന്നെ ലൗ അൻസൽന, ഇതുപോലുള്ള സൂറത്തുകളൊക്കെ ചൊല്ലുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും കാണാനില്ല. അപ്പോൾ എല്ലാവരും അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ശേഷം ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഇസ്മ, ആ ഇസ്മിനെ 6666 തവണ ചൊല്ലുക. യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മാണത്. യാ ലത്തീഫു യാ അള്ളാ എന്നുള്ള ഇസ്മ നമ്മുടെ മഗ്‌രിബിക്ക് ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ, ഖുർആനോത്ത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 6666 തവണ ചൊല്ലുക. അതിന് ശേഷം നമ്മൾ 313 തവണ അള്ളാഹുവിൻ്റെ തന്നെ ഏറ്റവും മഹത്തായിട്ടുള്ള ഇസ്മ യാ ഗനിയു യാ അള്ളാ എന്നുള്ള ഇസ്മ 313 തവണ ചൊല്ലുക. അതിനുശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 100 തവണ 101 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 101 തവണ നമ്മളിപ്പോൾ ചെറിയ സ്വലാത്ത്, നമ്മൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെയുള്ള സ്വലാത്താണെങ്കിലും 101 തവണ, ആളമു സ്വലാത്തൊക്കെ പോലെ അല്ലെങ്കിൽ താജ് സ്വലാത്തൊക്കെ പോലെ വലിയ സ്വലാത്തുകളാണെങ്കിൽ 11 തവണ നിങ്ങൾ ചൊല്ലിയാൽ മതിയാകും. ഇത്തരത്തിൽ നമ്മൾ ചൊല്ലിയതിന് ശേഷം ആ സ്വലാത്തിൻ്റെ പ്രതിഫലം മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഹദിയ ചെയ്തിട്ട് നമ്മുടെ ആവശ്യം എന്താണോ നമ്മുടെ മനസ്സിലുള്ളത്, എൻ്റെ റബ്ബേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടിൽ തന്നെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവണേ, ഇത്തരത്തിലൊക്കെ നീയത്ത് മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങളും അള്ളാഹു മാത്രമായിട്ട് നിങ്ങളെ മനസ്സ് തുറന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹിനോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ദുൽഹിജ്ജ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല എത്ര കുടുക്കിൽപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിലും, അല്ലെങ്കിൽ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ആ പ്രയാസത്തെ മാറ്റിയിട്ട് ഏറ്റവും ഹൈറായിട്ടുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ ഹലാലായിട്ടുള്ള സമ്പത്ത് നിങ്ങൾക്ക് നൽകാൻ അത് കാരണമാകും. അപ്പോൾ ആരും തന്നെ മറക്കണ്ട, ഈ ഒരു കാര്യം നിങ്ങൾ ഫ്രണ്ട്സ്, ഫാമിലീസിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു മഹത്തായ ദിനത്തിൽ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നിഅമത്തുകൾ നിങ്ങൾക്കും നൽകും. നമ്മുടെ ഹലാലായിട്ടുള്ള മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി തരട്ടെ, അതും ഈ മഹത്തായിട്ടുള്ള മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും നീക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.